നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൈക്കൂലി കേസും അവർ കിമ്പളമായി ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരം വാർത്ത കേൾക്കാറുണ്ട്. എന്നാൽ വിജിലൻസ് സംഘം ഇപ്പോൾ ജനുവരി മാസം മുതൽ കർശനമായി തന്നെ കൈക്കൂലിക്കാരെ പിടികൂടാനുള്ള ഒരു വലിയ ഡ്രൈവിലേക്കാണ് കടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് 2025 എന്ന പേരിൽ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കയ്യോടെ പിടികൂടുന്നതിനുള്ള ഒരു വലിയ ഓപ്പറേഷൻ. അക്കൂട്ടത്തിൽ ഒരാളെ പിടിച്ചു. ആ പിടിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടിയതാകട്ടെ ലക്ഷക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മദ്യക്കുപ്പികളുമാണ്. അക്കൗണ്ടിൽ 84 ലക്ഷം രൂപയിലധികം ഇദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത്രയധികം തുക ഒരു കാരണവശാലും പണിയെടുത്തുണ്ടാക്കിയതല്ല, പകരം കിമ്പളത്തിലൂടെ നേടിയെടുത്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആയിരക്കണക്കിന് രൂപ വില വരുന്ന, ലക്ഷക്കണക്കിന് രൂപ മൂല്യം കൽപ്പിക്കുന്ന 74ഓളം മദ്യക്കുപ്പികൾ. ഇതൊക്കെ തന്നെയാണ് വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടിയത്. കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സമഗ്രമായ ലിസ്റ്റും വിശദമായ വിവരങ്ങളും അടങ്ങിയ ഒരു വലിയ ഡേറ്റ കൊണ്ടാണ് വിജിലൻസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൃത്യമായി ഈ ഡ്രൈവ് നടപ്പിലാക്കാൻ വിജിലൻസ് യൂണിറ്റുകൾക്ക് വിജിലൻസ് ഡയറക്ടറും നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതനുസരിച്ച് നടത്തിയ നീക്കത്തിലാണ് ഈ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഒരപേക്ഷ പാസ്സാക്കി നൽകണമെങ്കിൽ, ഒരു ഒപ്പ് ഇടണമെങ്കിൽ കൈക്കൂലി മാത്രം പോരാ, കുപ്പിയും കൊടുത്തേ മതിയാകും. സംഭവം മറ്റങ്ങുമല്ല, എറണാകുളത്താണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ RTO M. ജേഴ്സൺ ആണ് ഇത്തരത്തിൽ ഒപ്പിന് കുപ്പി എന്ന രീതിയിൽ കിമ്പളത്തോടൊപ്പം തന്നെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി നടത്തിയ റെയ്ഡിലാണ് വിജിലൻസ് സംഘം ജേഴ്സന്റെ വീട്ടിൽ നിന്നും ചെറുതും വലുതുമായ ഒട്ടനവധി കുപ്പികൾ പിടിച്ചെടുത്തു. ഏകദേശം 74ഓളം കുപ്പികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന വിദേശ നിർമ്മിത മദ്യക്കുപ്പികളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് വാ പൊളിപ്പിക്കുന്നത്. ജേഴ്സൺ സഹപ്രവർത്തകരെ വിജിലൻസ് റെയ്ഡ് എന്ന പേരിൽ പല തവണയായി പറ്റിച്ചിട്ടുണ്ട്. പല തട്ടിപ്പ് നടത്തി ജേഴ്സൺ ഇത്തരത്തിൽ വരവിൽ കവിഞ്ഞ രീതിയിൽ പണം സമ്പാദിച്ചിട്ടുണ്ട്. ഈ സ്വത്ത് സമ്പാദനത്തിൻ്റെ കാര്യങ്ങളും വിജിലൻസ് സംഘം അന്വേഷിക്കാനൊരുങ്ങുകയാണ്. ആദ്യത്തെ ദിവസം അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 50 ലക്ഷം രൂപയ്ക്കടുത്താണ് ജേഴ്സന്റെയും കുടുംബത്തിൻ്റെയും പേരിലായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നുകൂടി പരിശോധന നടത്തിയപ്പോൾ ഏകദേശം ഒരു 35 ലക്ഷം രൂപ അധികം കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ആകെ മൊത്തം 84 ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് വിജിലൻസ് സംഘത്തിൻ്റെ അനുമാനം. കേരളത്തിൻ്റെ പല മേഖലകളിലായി, പല ഭാഗങ്ങളിലായി പലതരത്തിലുള്ള സ്വത്തുവകകൾ ഇയാളുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും വിജിലൻസ് സംഘങ്ങൾക്ക് മനസ്സിലായി. അപേക്ഷ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ, ഒപ്പിട്ട് നൽകണമെങ്കിൽ, പേപ്പർ പാസ്സാകണമെങ്കിൽ കൈക്കൂലി കൊടുത്തേ തീരൂ. കൈക്കൂലി മാത്രമായി പണം കൊടുത്താൽ പോരാ, അതോടൊപ്പം തന്നെ ഒരു കുപ്പിയും കൊടുത്തിരിക്കണം. ഈ ശീലം തന്നെയാണ് കാലാകാലങ്ങളായി വെച്ച് പുലർത്തിയിരുന്നത്. RTO ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇങ്ങനെ അനധികൃതമായി സമ്പാദിച്ച കുപ്പികളും പണവുമൊക്കെ വിജിലൻസ് സംഘം ഇപ്പോൾ പൊക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ദിവസം നടത്തിയ വിജിലൻസിൻ്റെ ആസൂത്രിതമായൊരു നീക്കത്തിലൂടെയാണ് ജേഴ്സനെ പൊക്കിയത്. ആ പൊക്കിയ കൂട്ടത്തിലും ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. ചെല്ലാനം സ്വദേശി മാനേജറായ ഒരു ബസ്സിൻ്റെ റൂട്ട് പെർമിറ്റ് പുതുക്കി മറ്റൊരു ബസ്സിലേക്ക് നൽകാൻ വേണ്ടി സ്വാഭാവികമായ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ച് 25,000 രൂപയും ഒരു കുപ്പിയും കൈക്കൂലിയായി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 3 ദിവസത്തേക്ക് താൽക്കാലിക പെർമിറ്റ് കൊടുത്തെങ്കിലും പിന്നീട് അപേക്ഷ പരിഗണിക്കാൻ മാറ്റിവെച്ചു. എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ള കാര്യം അന്വേഷിച്ചു വന്നപ്പോഴാണ് ജേഴ്സന്റെ ഏജന്റുമാർ ഈ ബസ് മാനേജറെ സമീപിച്ചത്. അപ്പോഴാണ് പറഞ്ഞത്, എന്താണോ സാറ് പറയുന്നത് അതേപടി ചെയ്തു കൊടുക്കുക, സാറിൻ്റെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് പോയിട്ട് വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ല എന്ന ഭീഷണി. പിന്നാലെ ജേഴ്സന്റെ ഏജന്റുമാരായിട്ടുള്ള രാമപടിയാർ, സജി എന്നിവർ ചെല്ലാന സ്വദേശിയിൽ നിന്നും കൈക്കൂലിയുടെ ആദ്യ ഗഡുവായിട്ടുള്ള 5,000 രൂപയും കുപ്പിയും കൈപ്പറ്റി. വിജിലൻസ് സംഘത്തോട് കാര്യങ്ങളൊക്കെ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ഈ നീക്കം നടത്തിയത്. കൈക്കൂലി വാങ്ങിയ ഈ വ്യക്തികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടി, വിജിലൻസ് സംഘം പിടികൂടി. ജേഴ്സന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ കുപ്പിയും പണവും വാങ്ങാൻ വന്നതെന്നാണ് മൊഴി കൊടുത്തത്. അങ്ങനെ നേരെ RTOയിലേക്ക് തിരിഞ്ഞു. RTOയെയും കൈയോടെ തന്നെ പൊക്കി. മാസങ്ങളായി തന്നെ ജേഴ്സൺ ചെയ്യുന്ന നീക്കങ്ങൾ, ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വിജിലൻസ് നിരീക്ഷിച്ചു പോവുകയാണ്. അതിലേറ്റവും ഗുരുതരമായൊരു വിഷയം വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് കിട്ടിയത്. വിജിലൻസ് റെയ്ഡ് അവിടെ ഒഴിവാക്കാൻ, പരമാവധി ഇല്ലാതാക്കാൻ ചെക്ക് പോസ്റ്റിലുള്ളവർക്ക് പണം നൽകണമെന്ന് ജേഴ്സൺ തന്നെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. 14 ലക്ഷം രൂപയാണ് സഹപ്രവർത്തകരിൽ നിന്നും പിരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം വിജിലൻസ് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ ഈ വിവരങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. അന്ന് മുതൽ നോട്ടപ്പുള്ളിയായിരുന്നു ജേഴ്സൺ.
ജേഴ്സണെ ഏത് വിധേനയും കൊടുക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു വിജിലൻസ് സംഘം. കയ്യോടെ പിടികൂടാനുള്ള അവസരം തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു വിജിലൻസ്. അപ്പോഴാണ് ഇന്ന് ഇത്തരത്തിൽ കയ്യും കളവുമായി പിടികൂടാൻ കഴിഞ്ഞത്. ജേഴ്സണെയും കൂട്ടാളികളെയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം ഒരുപക്ഷെ നീണ്ടേക്കുമെന്ന സൂചനയും കിട്ടുന്നുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിജിലൻസ് യൂണിറ്റുകളെ അറിയിക്കാനുള്ള പ്രചാരണ പരിപാടികളാണ് വിജിലൻസ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പേരിൽ ജനുവരി മാസത്തിൽ മാത്രം 8 ട്രാപ്പ് കേസുകളിൽ 9 കൈക്കൂലിക്കാരെ പിടികൂടി. വിജിലൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരൊറ്റ മാസം മാത്രം അറസ്റ്റ് ചെയ്ത അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും ട്രാപ്പ് കേസുകളുടെ എണ്ണത്തിലുമൊക്കെ ഉയർന്ന നിരക്കാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പരാതിപ്പെടാൻ മടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രഹസ്യമായും പരസ്യമായും നടക്കുന്ന ഒട്ടനവധി കൈക്കൂലി അഴിമതി പരിപാടികളുമുണ്ട്. ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത 8 കേസിൽ 5 കേസും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ. അതിൽ 4 വില്ലേജ് ഓഫീസർമാരും 2 സർവേ ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി. ഇതുകൂടാതെ ഒരു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനെയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെയും ഹെൽത്ത് ഇൻസ്പെക്ടറെയും അറസ്റ്റ് ചെയ്തു. ഇനിയുള്ള മാസങ്ങളിൽ കർശനമായി തന്നെ ഈ ഡ്രൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ വളരെ വേഗത്തിൽ വിജിലൻസിന്റെ പ്രാദേശിക യൂണിറ്റുകളിൽ വിവരമറിയിക്കണമെന്ന നിർദ്ദേശമടക്കം വിജിലൻസ് ഡയറക്ടർ പങ്കുവച്ചിട്ടുണ്ട്. 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ആർക്കും ഇത്തരത്തിലുള്ള അഴിമതികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തുന്ന പണപ്പിരിവ്, കിമ്പളം ആവശ്യപ്പെടുന്നത്, ഇതൊക്കെ തന്നെ കൈക്കൂലി കേസുകൾ അടക്കം പിടിപ്പിക്കാൻ 1064 എന്ന നമ്പർ മാത്രമാണ് ആയുധമായി ജനങ്ങൾക്കുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.